വവ്വാൽ മാംസം കോഴിയിറച്ചി എന്ന വ്യാജേന വിറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. സേലം ജില്ലയിൽ ഒമല്ലൂരിലെ ഡാനിഷ്പേട്ടയിലാണ് സംഭവം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. സേലത്ത് വവ്വാൽ മാംസം കോഴിയിറച്ചി എന്ന വ്യാജേന വിറ്റ സംഭവത്തിൽ 2 പേർ പിടിയിലായിരിക്കുകയാണ്. സേലം ജില്ലയിൽ ഓമല്ലൂരിലെ ഡാനിഷ്പേട്ടയിലാണ് സംഭവം നടന്നത്. പഴംതിന് വവ്വാലുകളെ വേട്ടയാടി പാചകം ചെയ്യുകയും കോഴിയിറച്ചി എന്ന വ്യാജേന വിൽപ്പനയ്ക്ക് വയ്ക്കുകയുമായിരുന്നു പ്രതികൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. തോപ്പൂർ രാമസ്വാമി ഫോറസ്റ്റ് റേഞ്ചിൽ ഒന്നിലധികം വെടിയൊച്ചകൾ കേട്ടതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് റേഞ്ചർ വിമൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം നടത്തിയ പരിശോധനയിലാണ് സംഭവം കണ്ടെത്തുന്നത്. കമൽ, സെൽവം എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബംഗളൂരുവിലും സംശയകരമായ സാഹചര്യത്തിൽ ഇറച്ചി പിടികൂടിയിരുന്നു. ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ മാംസക്കടത്ത് നടക്കുന്നുവെന്നായിരുന്നു ആരോപണം. മാംസം മറ്റേതോ മൃഗത്തിന്റേതാണെന്ന് സംശയിക്കുന്നുവെന്നായിരുന്നു ആരോപണം. ഇത് ആശങ്കയ്ക്കിടയാക്കുകയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും നായ്ക്കളുടെ മാംസമാണ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ അത് ചെമ്മരിയാടിന്റെ മാംസമാണെന്ന് കണ്ടെത്തിയിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.